സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 13 തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. പായൽ നമ്പർ 1. ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. Ace of Wands, Seven of Wands, Page of Swords in the energy. ബാക്കിൽ ജസ്റ്റിസ് ആണ് വന്നേക്കുന്നത്. 3 of Wands, 4 of Wands in the energy, 3 of Swords in the energy വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വേർഡ്സ് നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കാം, പക്ഷേ കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളത് പറയാനായിട്ട് ശ്രമിക്കുക. ചില സിറ്റുവേഷനിൽ നമ്മളെ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ നമ്മൾ ശരിയാണ്, അത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ അത് കുറേ കൂടെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകുന്നതാണ്. കാരണം നമ്മൾ പറയുന്നത് കേൾക്കുന്ന വ്യക്തി ഏത് എനർജിയിലാണ് ഇരിക്കുന്നത്, ആ ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടോ, അത് ഫസ്റ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്ന വ്യക്തികളോട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജീസ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴായിരിക്കാം, പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം, എന്തെങ്കിലും ഐഡിയാസ് ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചൊരു എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളുടെ ചിന്താ രീതിയിൽ, നിങ്ങളുടെ ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ നിങ്ങൾ വിശാലമായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓവറോൾ കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ യൂണിറ്റിയിൽ നിങ്ങൾ കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒത്തൊരുമയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതിൽ കുറച്ചൊരു ഫോക്കസ് കൊടുക്കാനായിട്ടും ശ്രമിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എല്ലാവരുമായിട്ട് നിങ്ങൾ നല്ല മൊമെൻറ്റ്സ് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിലും ഓട്ടോമാറ്റിക്കലി ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ എൻഡ് ചെയ്ത കാര്യങ്ങളായിരിക്കാം, ഓൾറെഡി ലെറ്റ് ഗോ ചെയ്ത കാര്യങ്ങളായിരിക്കാം. അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ റീതിങ്ക് ചെയ്യുന്ന എനർജി ആയിരിക്കാം, പിന്നെയും വിഷമിപ്പിക്കുന്ന എനർജി ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് അതിൽ കുറച്ചൊരു ഫോക്കസ് കൊടുക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻ കേസ് ഇത് കുറച്ച് പേർക്കായിരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കുറച്ചൊരു കോൺഫിഡൻസിൻ്റെ എനർജി ആവശ്യമാണ്. കാരണം നമ്മളുടെ ഉള്ളിൽ നമുക്കൊരു ധൈര്യം അല്ലെങ്കിൽ സെൽഫ് വർത്ത് ഇഷ്യൂസൊക്കെ വരാൻ നേരം നമ്മളുടെ എനർജി എന്താണ് അതിൽ നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം വരുമ്പോൾ കുറേ കൂടെ നമുക്ക് നമ്മളുടെ എനർജി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു 4 ഓഫ് സോഡ്സിലും അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓവറോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലുള്ള ഡാർക്ക് സൈഡിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കാതിരിക്കുക.
എവിടെയെല്ലാം എൻ്റെ ലൈഫിൽ പ്രകാശമുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങളുണ്ട്, എൻ്റെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും, ഇവിടെയും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഒത്തിരി ഡിസിഷൻ എടുക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇന്നത്തെ ദിവസം വരുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ എങ്ങനെ കറക്റ്റായിട്ട് എൻ്റെ എനർജി കൊടുക്കാനായിട്ട് സാധിക്കും, ഒരു അവസരം വരുമ്പോൾ എങ്ങനെ ഞാൻ കറക്റ്റായിട്ട് അത് ചാനൽ ചെയ്യും, ഇൻ കേസ് എന്തെങ്കിലും ചാലഞ്ച് ആണെങ്കിൽ പോലും, എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതെങ്ങനെ കുറച്ചും കൂടെ എൻ്റെ ഫേവറിൽ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് ഞാൻ ആ ഒരു കാര്യങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഫോക്കസ് ചെയ്യുക. ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ച് പേർക്ക് പ്രയേഴ്സിൻ്റെ എനർജി, പ്രാർത്ഥനയുടെ എനർജി, കുറച്ചൊരു പീസായിട്ടിരിക്കുന്നത്, സമാധാനത്തോടു കൂടി ഇരിക്കുന്നത്, കുറച്ച് പേർക്ക് റെസ്റ്റ് എടുക്കുന്നതായിരിക്കാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ ചൂസ് ചെയ്യുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പവറുണ്ട്, ഒത്തിരി ഐഡിയ ഉണ്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എനർജി നന്നായിട്ട് യൂസ് ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ടുള്ള അവസരം വരുന്നതാണ്. അത് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ അവിടെ സക്സസ്, വിക്ടറി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചിലപ്പോൾ മനസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ദൃഢനിശ്ചയം എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് കൺവേർട്ട് ആക്കാനായിട്ട്, മാറ്റാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്ര ഹീലിംഗ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ട്രഡീഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാരീഡ് ലൈഫിൽ എന്തെങ്കിലും കാർമിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റാനായിട്ട്, ഈ ഒരു എനർജി നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 13th പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു. പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇന്നൊരു ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. കണ്ടു, ലവേഴ്സിൻ്റെ എനർജി. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. മൂണിൻ്റെ എനർജി. ഫസ്റ്റ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ബാക്കിൽ ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്. കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ സത്യമാണോ? ചിലപ്പോൾ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ടാകാം, പക്ഷെ അതിൻ്റെ പിന്നിൽ പല റീസൺസ് ഉണ്ടാകാം, പല കാര്യങ്ങളും മറഞ്ഞിരിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടാകാം, പക്ഷെ അതിൻ്റെ പൂർണ്ണരൂപം ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ചിലത് നമുക്ക് മനസ്സിലാകും, ചിലത് ഹൈഡ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക. നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളെ ജഡ്ജ് ചെയ്യാതിരിക്കുക. കുറച്ചും കൂടെ ജെൻറ്റിലായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളോട് ജെൻറ്റിലായിട്ട് പെരുമാറുക. ചിലപ്പോൾ നിങ്ങളുടെ അപ്പിയറൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഫേസിൽ വരുന്ന ഭാവങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെ കുറച്ചൊരു കാംനെസ്, ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ തനിക്ക് കൂടുതൽ ലാഭം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി ആയിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങളെ മുതലാക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരിക്കാതിരിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് സബ് കോൺഷ്യസ് ലെവലിലുള്ള എന്തെങ്കിലും ബ്ലോക്സ് ആയിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ചിലപ്പോൾ തൻ്റെ എനർജി കൊടുക്കാൻ സാധിക്കുന്നുണ്ടാകില്ല, മടിയായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ തന്നെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട്, ആത്മീയമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട്
ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ റീസൺ എന്തായിരിക്കും, എന്തുകൊണ്ടിട്ടായിരിക്കും എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ചത്, അങ്ങനെ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ ഇത് കുറച്ച് പേർക്ക് നിങ്ങൾ കൊടുക്കുന്ന അഡ്വൈസ് ആയിരിക്കാം, ഗൈഡൻസ് ആയിരിക്കാം. അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനോനില എന്താണ്, അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് ഇമോഷണൽ എനർജി ആയിരിക്കാം, അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. മെൻ്റലി കുറച്ചൊരു അപ്സെറ്റ് ആയിരിക്കുന്ന എനർജി ആയിരിക്കാം. അപ്പോൾ കുറച്ചൊരു ടൈം എടുക്കുക നിങ്ങളുടേതായിട്ടുള്ള, അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇനി നമുക്ക് ബാക്കിയുള്ള എനർജീസ് നോക്കാം. ഇവിടെ പേജ് ഓഫ് വാൻഡ്സിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് സ്പിരിച്വൽ സപ്പോർട്ടായിരിക്കാം, ഒരു കമ്പാനിയൻ്റെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ആനിമൽ സ്പിരിറ്റ്സും വരുന്നുണ്ട്. നിങ്ങളോട് ഇന്നത്തെ ദിവസം സ്പിരിറ്റ് ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം ഇൻറ്റ്യൂഷൻ ത്രൂ. അത് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മൂവ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സക്സസ്, വിക്ടറി കൊണ്ടുവരാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സക്സസ്, വിക്ടറി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഓവറോൾ ഇന്നത്തെ ദിവസം എനർജി അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് ഇവിടെ ലീഡറിൻ്റെ എനർജിയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അത് ഭംഗിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചാലും ഒത്തിരി പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ലവേഴ്സിൽ വന്നിട്ട് ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്, ഒത്തിരി പാഷൻ കാണുന്നുണ്ട്, ഒത്തിരി ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് ഹീലിംഗ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബോണ്ട് കുറച്ചൊരു സ്ട്രോങ് ആകുന്നതായിരിക്കും, തെറ്റിദ്ധാരണ മാറി ഒരു കോംപ്രമൈസിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് ആൻസിസ്റ്റേഴ്സിൻ്റെ ആ ഒരു റൂട്ട്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് റൂട്ട് ചക്ര ബാലൻസും ആയിരിക്കാം. 9 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് കുറച്ച് പേർക്ക് ഒത്തിരി അബൻഡൻ്റ് ആയിട്ടുള്ള എനർജി കാണുന്നുണ്ട്. കുറച്ച് പേര് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് പേർക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ചിലപ്പോൾ കുറച്ചൊരു സ്ലോ ആയിട്ട് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ലഭിക്കുന്നുണ്ടാകാം. അതും ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, സ്ലോ ആയിരുന്നിരിക്കാം കുറേ നാളായിട്ട്, പക്ഷേ ഫൈനലി അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച്, മാറ്റങ്ങൾ കാണാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. അപ്പോൾ ഓവറോൾ ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത് നിങ്ങൾക്കുള്ളിൽ പവറുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട്. എത്രയൊക്കെ ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിലും അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഗൈഡ് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ട്, അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒൺലി തിങ്, ഞാൻ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ കുറച്ചൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് തുറന്ന മനോഭാവത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കാനായിട്ട് സാധിച്ചാലും എന്തെങ്കിലും മെൻ്റൽ ടെൻഷൻസ്, ഇമോഷണലി കുറച്ചൊരു ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പെട്ടെന്ന് റിക്കവർ ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഹീലിംഗ് അവൈലബിൾ ആണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. ചിലപ്പോൾ ഇത് വന്നിട്ട് ചില സമയത്തോട്ടുള്ള എനർജി മാത്രമായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ ഹീലിംഗ് അവൈലബിൾ ആണ്. അത് വരണ സമയത്ത് അത് ഉൾക്കൊള്ളുക, ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.